ഓസ്ട്രേലിയൻ സ്വദേശിനിയുടെ റെക്കോർഡ് ഭേദിച്ച് മലയാളി യുവതി. വെറും 60 സെക്കൻഡിനുള്ളിൽ 100-ലധികം കമ്പനികളുടെ ലോഗോകൾ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി തിരുവനന്തപുരത്തെ IT ജീവനക്കാരി. ഓസ്ട്രേലിയൻ പൗരയായ ലാറ ന്യൂനാന്റെ റെക്കോർഡ് തകർത്താണ് മലയാളിയായ തിരുവനന്തപുരം സ്വദേശിനി അഭിമാന നേട്ടം കരസ്ഥമാക്കിയത്. വെറും 60 സെക്കൻഡിനുള്ളിൽ 116 കമ്പനികളുടെ ലോഗോ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. നമുക്ക് ആ 60 സെക്കൻഡ്സ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇതിങ്ങനെ സ്ക്രീനിൽ പെട്ടെന്ന് ഇങ്ങനെ റണ്ണായിട്ട് പോവും. ജസ്റ്റ് നമ്മൾ കാണുക, അതിൻ്റെ ഒരു പാർട്ടായിരിക്കും നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് പറയേണ്ടത്. അപ്പോൾ 1 മിനിറ്റിൽ ഞാനിപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് 116 ലോഗോസാണ്. അതായത് അപ്രോക്സിമേറ്റ്ലി 1 സെക്കൻഡിൽ 2 ലോഗോ വെച്ചിട്ടാണ് പറഞ്ഞു പോയത്. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ട് കമ്പനികളുടെ ലോഗോ തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് രമ്യ ശ്യാമിന് പറയാനുള്ളത് ഇതാണ്. ചെറുപ്പം മുതൽ തന്നെ ഈ കമ്പനിയുടെ ലോഗോസ്, അതിൻ്റെ സിമ്പിൾസ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ വരുന്ന ഓരോ കളർ തീംസ് എന്താണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ബ്രാൻഡ് പ്രോമിസ് എങ്ങനെയാണ്. പിന്നെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഫോക്സ് വാഗൺ അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ്, അത് ഭയങ്കര ഇൻസ്പിറേഷനും ഭയങ്കര ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ശരിക്കും അങ്ങനത്തെ വലിയ കമ്പനീസൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഒരു ഫിലിംസ് കാണുന്നതിനേക്കാളും ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സും കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ലോഗോയിലേക്ക് വരുന്നത്. ലോഗോകൾ തിരിച്ചറിയുന്നത് എളുപ്പമല്ലെന്നും രമ്യ പറയുന്നു. എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലോഗോസാണ് ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് തന്നെ ഏകദേശം ഒരുപാട് മാസങ്ങളുടെ ഒരു വർക്ക് അതിൻ്റെ പിന്നിലുണ്ട്. ആ ഒരു ഡേറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ മെയിനായിട്ടും അവർ സിമ്പിൾസ് ആയിരിക്കും നോക്കുന്നത്, അല്ലാതെ എഴുതിയിരിക്കുന്ന അങ്ങനത്തെ ലോഗോസൊന്നും അല്ല. അല്ലാതെ സിമ്പിൾസ് ആയിട്ടുള്ള ഇപ്പോൾ എൻവിഡിയ എന്ന് പറയുന്ന ഇത്, കൊളംബിയ, അങ്ങനത്തെ സിമ്പിൾസ് ആയിരിക്കും നമ്മൾ ഡേറ്റാ ബേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ അത് മാസങ്ങൾ നീണ്ടിട്ട് നമ്മൾ ശരിക്കും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അയച്ച് ഒരുപാട് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടാണ് ആ ഒരു ഡേറ്റാ ബേസ് ശരിക്കും വെറ്റ് ചെയ്ത് കിട്ടിയത്. 8 മാസത്തെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ അംഗീകാരം. കഴക്കൂട്ടം UST ഗ്ലോബലിലെ പ്രപ്പോസൽ മാനേജറാണ് രമ്യ. ജനം, തിരുവനന്തപുരം.